പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിമാനമാകാം, പക്ഷെ അഹങ്കാരം ആകരുത്. അപ്പോഴൊരു ചോദ്യമുണ്ട്, എന്താണ് അഭിമാനം, എന്താണ് അഹങ്കാരം? അഭിമാനവും അഹങ്കാരവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതൊരു നേരിയ വ്യത്യാസമാണ്, പക്ഷെ അതിൻ്റെ എഫക്റ്റ് നേരിയതല്ല. പണ്ട് ഒരു സൂഫി സന്യാസിയോട് ഒരാൾ ചോദിച്ചു, ഗുരു, അഭിമാനവും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അദ്ദേഹം പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് പറയാം, വളരെ ലളിതമായിട്ട് പറയാം, കടലും കടൽത്തുള്ളിയും തമ്മിലുള്ള വ്യത്യാസം. കടലും കടൽത്തുള്ളിയും, കടലിലെ ഒരു ജലബിന്ദു അല്ലെ, അതാണ് തുള്ളി, കടൽത്തുള്ളി. ഈ കടൽത്തുള്ളിയും കടലും തമ്മിലുള്ള വ്യത്യാസമാണ്. കടൽത്തുള്ളി വിചാരിക്കുന്നു, കടൽത്തുള്ളിക്ക് എങ്ങനെയൊക്കെ വിചാരിക്കാം, കടൽത്തുള്ളി വിചാരിക്കുന്നു, ഞാൻ ഈ കടലിന്റെ ഭാഗമാണ്, ഞാൻ ഈ കടലിന്റെ ഭാഗമാണ്, ഞാനും കൂടി ചേരുന്നതാണ് ഈ കടൽ. കണ്ടില്ലേ, കടൽ അനന്തമായ അല്ലെ, അനന്തവിസ്തൃതമായ വിശാലസുന്ദരമായ ചക്രവാള സീമകളോളം വ്യാപിക്കുന്ന അനന്തവിസ്തൃതമായ കടൽ, അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നൊക്കെ പറയാവുന്നത് കടലിനെ കുറിച്ചും ആകാവുന്നതാണ്. അക്ഷയ ഖനികളുള്ള കടൽ, നിധിയുടെ നിലവറകളുള്ള കടൽ. ഈ കടൽ എൻ്റേത് കൂടിയാണ്, ഞാൻ ഈ കടലിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ആ മഴത്തുള്ളി, ആ കടൽത്തുള്ളി അഭിമാനിക്കുകയാണ്, ഞാൻ ഈ കടലിൻ്റെ ഭാഗമാണ്, ഈ സമുദ്രത്തിൻ്റെ, അലറി വീശുന്ന സമുദ്രത്തിൻ്റെ, അഗാധമായ സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് പറയുമ്പോൾ അഭിമാനമാണ്. പക്ഷേ ജലത്തുള്ളി മാറി നിന്നിട്ട് പറയുന്നു, ഞാനും കൂടി ചേർന്നാണ് ഈ കടൽ. ഞാനെന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള അനവധി 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 അസംഖ്യം ജലത്തുള്ളികൾ ചേർന്നതാണ് കടൽ. എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ലെങ്കിൽ കടലില്ല, ഞങ്ങളില്ലെങ്കിൽ കടലില്ല. ഞങ്ങളൊരു ദിവസം പണിമുടക്കുന്നു എന്നിരിക്കട്ടെ, കടൽ സ്തംഭിക്കും അല്ലേ? പണിമുടക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്തംഭിപ്പിക്കും, നിശ്ചലമാണ്, മീനുകൾ ചലിക്കില്ല, തിരകൾ വീശില്ല, ജലം നിശ്ചലമാകും, കടൽ ശൂന്യമാകും, കടൽ ജീവിതം നിശൂന്യമാകും. എന്ന് പറഞ്ഞാൽ ആ ജലത്തുള്ളിയുടെ ചിന്താഗതി അഭിമാനമല്ല, അതാണ് അഹങ്കാരം. ഞാൻ വേറെയാണ്, ഞാനും കടലും വേറെയാണ്, ഞാനാണ് കടലിനെ നിലനിർത്തുന്നത് എന്ന് ചിന്തിക്കുന്നത് അഹങ്കാരം. എന്നാൽ ഞാനും കൂടി ചേർന്നതാണ് ഈ കടൽ, ഞാൻ ഈ കടലിൻ്റെ ഭാഗമാണ്, എനിക്കതിൽ അഭിമാനമുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള അഭിമാനം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ഭാഗമാണ്, ഞാൻ ഈ പ്രപഞ്ചശക്തിയുടെ ഭാഗമാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ കണം മാത്രമാണ്, എ മോളിക്യൂൾ ഓഫ് എനർജി അല്ലെ, ഒരു ഊർജ കണം മാത്രമാണ് എന്ന് പറയുമ്പോൾ അത് അഭിമാനമാണ്. ഞാൻ ദൈവത്തിൻ്റെ ഭാഗമാണ്, ഞാൻ ഈശ്വരൻ്റെ ഭാഗമാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അംശമാണ് എന്ന് പറയുമ്പോൾ അത് അഭിമാനമാണ്. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. ഞാൻ മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവനവനെ അറിയുക എന്ന് പറയുന്നത്. അതെല്ലാത്തിലുമുണ്ട്. അത് ക്രൈസ്തവ മതത്തിലുണ്ട്, മറ്റു ജൈനമതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്. അവനവനെ അറിയുക, നിന്നെ അറിയുക, നീ ആരാണെന്ന് അറിയുക. അങ്ങനെ അറിയുമ്പോൾ നമ്മൾ അഹങ്കരിക്കുമോ? അങ്ങനെ അറിയുമ്പോൾ നമ്മൾ അഹങ്കരിക്കില്ല. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു വലിയ മഹാശക്തിയുടെ ഭാഗമാണ്, അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ അംശമാണ്, അതിൻ്റെ ഒരു ചെറിയ കൈക്കുടന്നയിൽ കൊള്ളുന്ന അതിൻ്റെ കണമാണ്, അതിൻ്റെ പ്രാണനാണ് എന്നറിയും. നമ്മളെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണ്. ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കവലയിൽ, സിറ്റിയിലെ ഒരു കവലയിൽ വന്നിട്ട്, വലിയ പുള്ളിയാണ്, വലിയ ഉദ്യോഗസ്ഥനാണ്. വലിയ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കാരിനെയൊക്കെ നിയന്ത്രിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് ഒഫീഷ്യൽ വാഹനമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ദിവസം അദ്ദേഹം സ്വന്തം വാഹനത്തിൽ ഒരു അവധി ദിവസം എടുത്തുകൊണ്ട് പോയി ഒരു സാധാരണ ഒരു ജംഗ്ഷനിൽ വെച്ച് വേറൊരു സൈക്കിളുമായിട്ട്, സൈക്കിളുകാരൻ എന്തോ തട്ടി ചെറുതായിട്ടൊന്ന് പോറി. നമ്മുടെ ശരീരം പോറിയാലും ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ സഹിക്കും, പക്ഷെ വാഹനത്തിന്, വിശേഷം കാറിന് സഹിക്കുന്നതല്ല. അയാൾ അവനോട് വിളിച്ചു, സൈക്കിളിലിരിക്കുന്ന തൊഴിലാളിയാണ്, അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയോ? അവനൊന്നും വേണ്ടിയില്ല. അവന് സംഗതി മോശമായെന്ന് മനസ്സിലായി. അവൻ്റെ സൈക്കിളാണ് തട്ടിയത്. ഇയാളുടെ വാഹനത്തിൻ്റെ പെയിന്റ് ചെറുതായിട്ട് ഒന്ന് പോയിരിക്കുകയാണ്. പക്ഷെ ഇയാൾ ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന്
മനസ്സിലായോ? ഞാൻ ആരാണെന്നറിയാം? വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ദേഷ്യം വന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് എന്നെ സഹിക്കുന്നില്ല. ഞാൻ ഇത്രയും വലിയ ആളായിട്ട് എനിക്ക് വാഹനങ്ങളുണ്ട് കൊണ്ടുപോകാൻ, ഒഫീഷ്യലി എനിക്ക് സാരഥിമാരുണ്ട്. എന്നിട്ട് ഞാൻ ഇന്ന് ഒരു ദിവസം എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ നിസ്സാരനായ ഒരു തൊഴിലാളി, അവന്റെ നിസ്സാരമായ സൈക്കിൾ അതുകൊണ്ട് നിസ്സാരമായിട്ട് അവൻ കൊണ്ടിടിച്ചിരിക്കുന്നു. സഹിക്കുന്നില്ല. അയാൾ ചോദിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്. ഞാൻ ഏതറ്റം വരെ പോകുന്നു അതിനകത്തുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കും ഉണ്ട്. നിന്നെ ഞാൻ അകത്താക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ കേട്ട ആളുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേട്ട ആളിൽ റെസ്പോൺസ് ഉണ്ടായില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാനിപ്പം വന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ നക്ഷത്രമാകണമെന്ന് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷയുള്ളവരാകണമെന്ന് പറയുന്നു, വിശ്വാസം ആണെല്ലാം എന്ന് പറയുന്നു. നിങ്ങളത് ഉൾക്കൊണ്ടില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഞാനീ പറഞ്ഞിട്ട് അവനൊന്നും മിണ്ടാതെ കല്ലുപോലെ നിൽക്കുകയാണ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇതെന്നെ ചോദിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാനാണെന്നറിയാം. കുറച്ച് കഴിഞ്ഞാൽ വേറൊരു തൊഴിലാളി വന്നു. അപ്പൊ ഇയാളിങ്ങനെ രോഷാവനായിട്ട് ഇരിക്കുന്നു, മറ്റവൻ നിസ്സഹായനായിട്ട് ഇരിക്കുന്നു. അയാൾ ചോദിച്ചു, ഒറ്റ തൊഴിലാളി ചോദിച്ചു, എന്തുവാണ് പ്രശ്നം? അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കറിഞ്ഞൂടാ, ഇയാൾ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന അയാൾ ആരാണ്? അയാൾ ആരാണെന്ന് കുറച്ചു നേരം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നു. എനിക്കും അറിഞ്ഞുകൂടാ അല്ലേ? ഇതാണ് പ്രശ്നം. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് ധ്യാനത്തിലൂടെയും മനനത്തിലൂടെയും അഗാധമായ ചിന്തയിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ.